123 വർഷം. തുടങ്ങിയ ആളുടെ പേര് കൃഷ്ണ സിംഗ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ഹൽവ തിരുനെൽവേലി ഹൽവ. ഞാൻ ആദ്യം ചെന്നപ്പോൾ കണ്ടത് പഴയ നിരപ്പലകൾ കൊണ്ട് കട അടച്ചിരിക്കുന്നതാണ്. അതിനു മുന്നിൽ നീണ്ട നിര. സമയം 4 മണി കേട്ടോ. എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം, കട തുറക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഹൽവ വാങ്ങിക്കുക. വൈകിട്ട് 5 മണിക്കാണ് കട തുറക്കുന്നത്. പിന്നെ കടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ആ കടയിൽ, ഒറ്റമുറി കടയിൽ ഒരു ബൾബേ കാണത്തുള്ളൂ. പിന്നെ ഹൽവ എടുത്ത് കൊടുക്കുന്നത് ഇരുട്ടിൽ നിന്നാണ്. അങ്ങനെയാണ് ഇരുട്ട് കട ഹൽവ എന്ന പേര് വരാൻ കാരണം. 1900-ലാണ് കേട്ടോ കൃഷ്ണ സിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഈ കട. അതിനുശേഷം മകൻ ബിജിലി സിംഗ്, ഇപ്പോൾ മകൾ കവിത ഹരിസിംഗ് ആണ് നടത്തുന്നത്. ഹൽവ വാങ്ങി ഇറങ്ങിയ എന്നോട് അവിടുത്തെ നാട്ടുകാർ ഒരുപാട് കഥകൾ പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും ചെവി കൊണ്ടില്ല. അപ്പോൾ 1900-ൽ തുടങ്ങിയത് അല്ലേ ഈ കൃഷ്ണ സിംഗ്, അത് കഴിഞ്ഞിട്ട് ബിജിലി സിംഗ്. ഇത് നിങ്ങളെ പേര്? കവിത ഹരിസിംഗ്. എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിലും ദേ ഹൽവ കൈകളിലെത്തി കേട്ടാ. പക്ഷേ അവിടെ നിന്നവർക്കൊക്കെ ഹൽവ കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ കേട്ടാ. ഇതാ കട തുറക്കുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്ത് മേശ പിടിച്ചിട്ടതിന് ശേഷം എല്ലാവരും അത് കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹൽവ കൊടുത്തു തുടങ്ങിയപ്പം പിന്നെ പറയണ്ട കേട്ടാ. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ക്ഷമയുണ്ട്. പിന്നെ ഈ തിരക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കുറയും. അത്ര സ്പീഡായിട്ടാണ് അവർ സാധനം കൊടുക്കുന്നത്. ഗൂഗിൾ പേ ഇല്ല, എടുത്ത് പറയേണ്ടത് ഗൂഗിൾ പേ ഇല്ല. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഇരുട്ട് കടയിൽ ഗൂഗിൾ പേ ഇല്ല. അത് വലിയൊരു വിഷമമായിരുന്നു. പൈസ കൊണ്ടുവരിക, ഹൽവ കൊണ്ടുപോവുക, ഇത്രയൊക്കെ ആയിട്ടും ഗൂഗിൾ പേ ഇല്ലാത്ത, ഗൂഗിൾ പേ സർവീസ്, അതായത് നമ്മുടെ UPI സർവീസ് ഇല്ലാത്ത വളരെ മോശം തന്നെയാണ്. ഒരുപാട് പേര് 10ഉം 20ഒക്കെ വാങ്ങിക്കാൻ വരുന്നവരൊക്കെ കയ്യിലുള്ള പൈസ കൊടുത്ത്, ഞാനൊക്കെ ഒരു 5 പാക്കറ്റ് മേടിക്കാൻ വന്നതാണ്. എന്തായാലും 2 പാക്കറ്റേ മേടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ 3-4 പേര് ഉള്ളായിരുന്നുകൊണ്ട്, ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ടും ഇതേ കിട്ടിയ സന്തോഷമൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് ഞാനും പിന്നെ വേറെ 4 പാക്കറ്റ് മേടിച്ച്. എന്തായാലും ആ തിരുനെൽവേലി ഹൽവയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ യാത്ര ചെയ്ത് പോയത്. ഇപ്പം നമ്മൾ പോയപ്പോൾ റോഡൊക്കെ വളരെ മോശമായിരുന്നു. പിന്നെ വെള്ളം കയറിയൊക്കെ ആയിരുന്നു. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി തിരുനെൽവേലി ഈ ഒരു തിരക്കിനിടയിൽ നിന്ന് ഹൽവ മേടിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പോയി അനുഭവിച്ചിരിക്കണം. അപ്പോൾ മറക്കരുത് കേട്ടോ, ഹൽവയ്ക്ക് വേണ്ടി മാത്രം പോകണം. ആ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ തുടക്കത്തിൽ കട തുറക്കുന്നത് വരെ വെയിറ്റ് ചെയ്തതും, പിന്നെ അത് ശബരിമല ടൈം ആയതുകൊണ്ട് ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു. ആ പോകുന്ന ആ വഴി ഇതാ നോക്കി, ആ പഴയ കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ തിരുനെൽവേലിയിൽ. മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ് ഈ അമ്പലങ്ങൾ. അതിലൊരു ഫേമസ് ആയ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കട ഉള്ളതും. എത്ര കൊല്ലം? 123 വർഷം. തുടങ്ങിയ ആളുടെ പേര് കൃഷ്ണ സിംഗ്. 1900-ൽ തുടങ്ങിയത് അല്ലേ ഈ കൃഷ്ണ സിംഗ്, അത് കഴിഞ്ഞിട്ട് ബിജിലി സിംഗ്. ഇത് നിങ്ങളെ പേര്? കവിത ഹരിസിംഗ്. എന്തായാലും തിരുനെൽവേലി പോകുമ്പോൾ ഹൽവ മറക്കരുതും. അത് ഇരുട്ട് കട ഹൽവ, തമിഴ്നാട് കിഡിലോൾസ്കി.